Good morning. Good morning. Okay. എവിടെ വരെയൊക്കെ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങള്? കുറച്ച് ദിവസങ്ങളായല്ലേ നമുക്ക് നമ്മള് കണ്ടിട്ട് ക്ലാസ് സാറ്റർഡേ സൺഡേ ഒക്കെ ക്ലാസ്, ഫ്രൈഡേ ഉണ്ടായിരുന്നില്ല നമ്മുടെ ക്ലാസ്. എവിടെ വരെ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന് മെസ്സേജ് ചെയ്താരെങ്കിലും എവിടെ വരെ നമ്മളെടുത്തേ ഓർമ്മയുണ്ടോ നോക്കട്ടെ ആർക്കെങ്കിലും. ഓക്കെ, ക്രൂയിങ്ങിൽ എത്രണ്ണം പറഞ്ഞു? എമർജൻസി 6 5 നമ്മൾ പറഞ്ഞുള്ളൂ. 5th പോയിന്റ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഓക്കെ, ആംബുലൻസിലെ ക്രൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ക്രൂയിങ്. അതില് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ഏതായിരുന്നു? ഫസ്റ്റ് റെസ്പോണ്ടർ പറഞ്ഞു, പിന്നെ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു, തേർഡ് നോൺ എമർജൻസി അറ്റൻഡന്റ്, പിന്നെ ഫോർത്ത് വൺ എമർജൻസി കെയർ അസിസ്റ്റന്റ്, ഫിഫ്ത്ത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് 6ാമത്തെ രജിസ്ട്രേർഡ് നേഴ്സ്. രജിസ്ട്രേർഡ് നേഴ്സ്. ഇൻ certain systems, nurses are the principal providers of advanced level care on ambulance, usually in the place of paramedics. നമ്മൾ കൂടുതൽ ചില രജിസ്ട്രേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന്റെ സർവീസ് ആംബുലൻസ് സർവീസിൽ വേണ്ടി വരാം. അവരെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഈ പാരാമെഡിക്സിന്റെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് വരുന്നതാണ്. സാധാരണയായിട്ട് പാരാമെഡിക്സുകളുടെ സ്ഥാനത്ത് രജിസ്ട്രേർഡ് നേഴ്സുകൾ ചില ക്രിട്ടിക്കൽ കേസുകളിലൊക്കെ ആവശ്യമായിട്ട് വരാം. നേഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്. അപ്പോൾ സാധാരണയായിട്ട് ചില നമ്മള് ആംബുലൻസുകളിലൊക്കെ, അതായത് ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് കേസുകളിലൊക്കെ ഈ ഡോക്ടറിന്റെ അടുത്ത് തന്നെ വരുന്നവരാണ് പാരാമെഡിക്സ്. ഈ പാരാമെഡിക്സിലും അതുപോലെ തന്നെ ഈ നേഴ്സുകളൊക്കെ. അപ്പൊ എന്ന് വെച്ചാൽ ഈ ക്രിട്ടിക്കൽ കെയർ കൊടുത്തു പോകുന്ന കേസുകളില് നമ്മള് ആംബുലൻസിൽ ഒരു നേഴ്സിന്റെ സർവീസ് ആവശ്യമായിട്ട് വരാം. ഡോക്ടറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നവരാണ് ആ നേഴ്സുകൾ എന്ന് പറയുന്നത്. കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരുന്ന കേസുകളിലാണ് ഈ ആംബുലൻസിന്റെ നേഴ്സിന്റെ സർവീസ് വേണ്ടി വരാം. അവിടെ ഡ്രൈവറോ അല്ലെങ്കിൽ സ്റ്റാഫോ മാത്രം പോരാ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന നിയോണൈറ്റൽ കേസുകളിലൊക്കെ അല്ലേ കുട്ടികളുടെ ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും ആംബുലൻസിൽ മസ്റ്റ് ആയിട്ട് ഒരു നേഴ്സിന്റെ സർവീസ് വേണ്ടി വരാം. ഇത് ലാസ്റ്റ് അതൊന്ന് നോക്കുക. നേഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് പാരാമെഡിക്സുകളുടെ സ്ഥാനത്ത് ഈ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് അതില് നമ്മള് നേഴ്സിന്റെ ഒരു സർവീസ് വേണ്ടി വരാം. ഓക്കെ, രജിസ്ട്രേർഡ് നേഴ്സ്. അപ്പൊ ഏത് ഇതിനകത്താന്നുള്ളത് നോക്കട്ടെ. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഇട്ടേര്. നേഴ്സസ് may also work on ambulance for critical care transport. ഇനി നെക്സ്റ്റ് ആണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. പാരാമെഡിക്സ് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. പാരാമെഡിക്സ് എന്ന് പറഞ്ഞത് ഡോക്ടറും നേഴ്സും അല്ലാതെയൊക്കെ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെയാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഡോക്ടറും നേഴ്സും അല്ലാതെ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഡോക്ടറിന്റെ അല്ലെങ്കിൽ നേഴ്സിന്റെ ഒക്കെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. This is a high level of medical training and often comprises of key skills not allowable for technicians. Okay, this is the high level of medical training. നല്ല ഹൈ ലെവലില് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരാണ് ഈ പാരാമെഡിക്സുകൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ ഈ ചില എന്താ പറയാ നമ്മള് ഈ ടെക്നീഷ്യൻസ് അനുവദനീയമല്ലാത്ത ചില സ്കിൽസുകൾ ഉള്ള വ്യക്തികളാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. നല്ല മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരാണ്
ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ലഭിച്ചവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഈ ഡോക്ടറിനെയും നേഴ്സിനെയും ഒക്കെ അവർക്കുടെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവർക്ക് ഈ ടെക്നീഷ്യന്മാർക്ക് അനുവദനീയമല്ലാത്ത ചില സ്കിൽസും കീ സ്കിൽസുകളും ഈ പാരാമെഡിക്സിന് ഉണ്ടാക്കാന്നാ പറഞ്ഞേക്കുന്നത്. എമർജൻസി കേസുകളിലൊക്കെ പാരാമെഡിക്സിന്റെ ഒരു സർവീസും ഇത് ആംബുലൻസിൽ വേണ്ടി വന്നേക്കാം. അതിനകത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കിയേ, സച്ച് ആസ് അലൗഡ് and often compresses of key skills not allowable for technician. ഏതൊക്കെ സ്കിൽസ് ആണ് നോക്കിയേ? കീ സ്കിൽസ് കാനുലേഷൻ. ഫസ്റ്റ് ആണ് കാനുലേഷൻ എന്ന് പറയുന്നത്. കാനുലേഷൻ എന്ന് പറഞ്ഞ എന്താ? നമ്മള് ഈ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഞരമ്പ്, ഇപ്പൊ പണ്ടത്തെ പോലെ എപ്പോഴെപ്പോഴും ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് ഞരമ്പുകൾ കുത്തി വെക്കേണ്ട വരില്ല. അപ്പൊ ഓൾറെഡി അവിടെ ഇങ്ങനെ ഒരു ഈ എന്താ നമ്മുടെ കാത്തീറ്റർ പോലെയുള്ളത് ഫസ്റ്റ് ഇഞ്ചക്ഷൻ ചെയ്യാൻ നേരത്തെ മാത്രം ആ വെയിൻ കണ്ടുപിടിച്ച് നമ്മൾ കുത്തിവെക്കൂല്ലേ, വെയിനിലേക്ക് കുത്തിവെക്കുന്നത്, അതിനെയാണ് കാനുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ആ ട്യൂബ് മാറ്റി കഴിഞ്ഞ് സിറിഞ്ച് അതിലേക്ക് ഒന്ന് ഇഞ്ചക്ട് ചെയ്താൽ മതി. അപ്പൊ ഓരോ പ്രാവശ്യം വെയിൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കുത്തിവെക്കേണ്ട. കാനുലേഷൻ എന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ നമ്മള് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ കയ്യിൽ ഇത് ബട്ടർഫ്ലൈ ഇതുപോലത്തെയുള്ള സാധനം കയ്യിൽ ഇങ്ങനെ വെക്കും, നീഡിലും ഇതായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ വെയിനിലേക്ക് കുത്താണ്, ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിനിലേക്ക് കുത്തി വെക്കുന്ന അതിനെയാണ് കാനുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയാറില്ല, ചില നേഴ്സുകൾ കുത്തിവെച്ച് നമുക്ക് വേദന എടുക്കില്ല എന്ന്. ആ കറക്റ്റ് ആയിട്ട് വെയിൻ കണ്ടുപിടിച്ച് അതിലേക്ക് പേഷ്യൻസിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാനായിട്ട് ഒരു ഇത് വേണം. കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ചിലരൊക്കെ ഒറ്റ കുത്തു കുത്തുമ്പോൾ തന്നെ കറക്റ്റ് ആണ്, നമുക്ക് വേദനയും എടുക്കില്ല. ഇതാണ് ചില എന്നാൽ അത്ര ഇതില്ല. അതിനൊരു നല്ലൊരു എന്താ പറയുക എബിലിറ്റി വേണം. നമ്മൾ കറക്റ്റ് ആയിട്ട് വെയിൻ കണ്ടുപിടിച്ച് പേഷ്യൻസിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇഞ്ചക്ഷൻ ചെയ്യാനാ വെക്കുന്നതിനാണ് കാനുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാനുലേഷൻ ചെയ്യാനുള്ള സ്കില്ല്, പിന്നെ അതുപോലെ നോക്കി ഈ മോർഫിൻ പോലുള്ള മരുന്നുകൾ നൽകാനുള്ള കഴിവ്. വേദന സഹായിയാണ്, വേദനയുടെ എന്താ സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മോർഫിൻ എന്ന് പറഞ്ഞ മരുന്നുകൾ. അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കാൻ നൽകാനുള്ള കഴിവുള്ളവരാണ്. ആൻഡ് ഡീൽസ് വിത്ത് ദ എബിലിറ്റി ടു അഡ്മിനിസ്റ്റർ എ റേഞ്ച് ഓഫ് ഡ്രഗ്സ് സച്ച് ആസ് മോർഫിൻ. മോർഫിൻ പോലുള്ള വേദന സംഹാരികള് അങ്ങനെയുള്ള മരുന്നുകൾ നൽകാനുള്ള കഴിവുള്ളത്. And tracheal incubation and other skills such as executing a cricothyrotomy. നോക്കി ഇവിടെ ട്രക്കിയൽ ഇൻക്യുബേഷൻ. അപ്പൊ ഈ ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്യൂബ് നമ്മുടെ പേഴ്സന്റെ മൗത്തിൽ കൂടെയോ അല്ലെങ്കിൽ നോസിൽ കൂടെയോ ഒക്കെ ട്രക്കിയിലേക്ക് കടത്തിവിടുകയാണ്. ഒരു ട്യൂബ് കടത്തിവിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്ന് വെച്ചാൽ ഡെലിവർ ഓക്സിജൻ, എയർ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മൗത്തിൽ കൂടെയോ നോസിൽ കൂടെയൊക്കെ ഒരു ട്യൂബ് ട്രക്കിയയിലേക്ക്, ലങ്സിലേക്ക്, ട്രക്കിയയിലേക്ക് ഇറക്കി വിടുന്നതിനാണ് ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ഇത് ആവശ്യത്തിനുള്ള എയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പേഷ്യൻസിന് ഓക്സിജൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് ട്രക്കിയൽ ഇൻക്യുബേഷൻ. ആൻഡ് അതർ സ്കിൽസ് അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടമി. ക്രൈക്കോതൈറോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂക്കിലൂടെയൊക്കെ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുള്ള കേസുകൾ, നോർമൽ ബ്രീത്തിങ് മൂക്കിലൂടെ എടുക്കാൻ പറ്റാത്ത കേസുകളിലൊക്കെ തൊണ്ടയില് ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു എക്യുപ്മെന്റ് വെക്കും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഈ തൊണ്ടയിലുള്ള കഫം ഒക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അത് സഹായിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ പറയാ, നമ്മുടെ മൂക്കിലൂടെയൊക്കെ ശ്വാസം വിടാൻ പറ്റാത്ത അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊണ്ടയിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു എക്യുപ്മെന്റ് വെക്കും. അപ്പൊ അതിലൂടെ നമുക്ക് ബ്രീത്തിങ്ങിനും പിന്നെ ഇതുപോലെ എന്താ പറയാ ആ തൊണ്ടയിലൊക്കെ കഫം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വലിച്ചു തുപ്പി കളയാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ തൊണ്ടയിൽ കഫമൊക്കെ നിറയുമ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ കഫം പുറത്തേക്ക് വലിച്ചെടുക്കാനൊക്കെ പറ്റുന്നത്. അതിനാണ് നമ്മള് ക്രൈക്കോതൈറോട്ടമി എന്ന് പറയുന്നത്. ഇൻസേർട്ട് എ ട്യൂബ് ത്രൂ എ പേഴ്സൺസ്
മൗത്ത് ഓർ നോസ് ദെൻ ഡൗൺ ഇൻ ടു ദ ട്രാക്കിയ. ട്രാക്കിയയിലേക്ക് മൂക്കിൽ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ മൗത്തിൽ കൂടെയോ ഒക്കെ ട്യൂബ് അകത്തേക്ക് വിടുന്നതാണ്. ഇത് ആവശ്യത്തിന് ഓക്സിജൻ കൊടുക്കുക എന്നുള്ള ഇതാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്പെഷ്യൽ സ്കിൽഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്, സ്പെഷ്യൽ മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ഈ പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ പറഞ്ഞത്? കാനുലേഷൻ, ട്രാക്കിയൽ ഇൻക്യുബേഷൻ, ക്രൈക്കോ തൈറോട്ടമി. ഓക്കെ, ഇനി അടുത്തതാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. This position is outlined to bridge the link between ambulance care and the care of general practitioner. എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ അയാളും ആ ഹോസ്പിറ്റലിലെ ഡോക്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, ഒരു ലിങ്കാണ്. ലിങ്ക് ബിറ്റ്വീൻ ആംബുലൻസ് കെയർ ആൻഡ് കെയർ ഓഫ് ജനറൽ പ്രാക്ടീഷണർ. ഡോക്ടറും ആംബുലൻസും ഡ്രൈവറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്താ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ECPS and already eligible paramedics who have gone through the further training and are trained to discharge medicines for longer period care, such as antibiotics, as well as being trained in a range of additional diagnostic ടെക്നിക്കുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഹോസ്പിറ്റലിലെ ഈ ആംബുലൻസ് കെയറും ജനറൽ പ്രാക്ടീഷണറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ പാരാമെഡിക്സിനെ പോലെ തന്നെയുള്ളവരാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയവരാണ് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ്. കൂടുതൽ കെയർ വേണ്ടി വരുന്ന കേസുകളിലൊക്കെ ഈ ആംബുലൻസിൽ എമർജൻസി കെയർ പ്രാക്ടീഷണർ വേണം. പിന്നെ അതുപോലെ പറഞ്ഞേക്കുന്നത് കൂടുതൽ ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോയിട്ടുള്ള പാരാമെഡിക്സുകളാണ്. ഓക്കെ, ECPS are already eligible paramedics who have gone ത്രൂ ഫർദർ ട്രെയിനിങ്. കൂടുതൽ പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പറഞ്ഞേക്കുന്നത് ഇവിടെ ആന്റിബയോട്ടിക്സുകൾ, ഓക്കെ, ആൻഡ് ആർ ട്രെയിൻഡ് ടു discharge medicines for a longer period care such as antibiotics. ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകൾ ലോങ്ങർ പീരീഡ് കെയറിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കും അവർക്ക്. as well as being trained in the range of additional diagnostic ടെസ്റ്റുകൾ. അതുപോലെ മറ്റുള്ള അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ നടത്താൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. അറിയാലോ, ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്നവര്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. Physician assistant are seen mainly in English speaking countries and are known as physician associate in some countries. ഇത് നമ്മുടെ ഇവിടെ സാധാരണയല്ല, എന്നുവെച്ചാൽ യൂറോപ്യൻ കൺട്രീസുകളിലൊക്കെയാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റുകളെ കൂടുതലായിട്ട് കാണുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ ശരിക്കും ഡോക്ടറിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഏത് മെഡിസിൻ കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്നൊക്കെ, പേഷ്യന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഇവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇവര് ഡോക്ടറിന്റെ PA, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ഡോക്ടറിന്റെ PA എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റുകൾ. PA ഇവര് തമ്മിൽ നേരിട്ട് കാണണമെന്നില്ല, അവര് കമ്മ്യൂണിക്കേഷനിലാണ്, അവർ തമ്മിൽ ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ മെസ്സേജ് എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്സ് ആർ സീൻ മെയിൻലി ഇൻ ഇംഗ്ലീഷ് speaking countries and are known as physician associate in some countries. PAs mirror the practice of physician and are able to provide a range of medical skills a physician providers. They normally work in dissociation with a physician through in an ambulance environment. This may not be possible. Instead, advanced direction or electronic communication is available to PAs to consult with the physician when needed.
ഇത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡോക്ടറിന്റെ വർക്കിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻസിന് ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണം, അവന്റെ പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്താണ്, ഇതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നവരായിരിക്കും. നമ്മുടെ ഇവിടെ ഇല്ല, യൂറോപ്യൻ കൺട്രീസിൽ ആണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവര് ഡയറക്റ്റ് കാണുന്നില്ല, ഡോക്ടറും ഇവരും തമ്മിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ എപ്പോഴും മെസ്സേജുകൾ പാസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് ആണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഡോക്ടർ മേ ബി പ്രസന്റ് ഇൻ എ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ്, മോസ്റ്റ് നോട്ടബിളി the air ambulance, with a full range of additional skills such as use of prescription medicine. ഇതെന്ന് പറയാം ഫിസിഷ്യൻസ് പ്രത്യേകിച്ച് എയർ ആംബുലൻസിലൊക്കെ ഇല്ലേ, അപ്പൊ അവിടെ ഓൺ ദ വേയില് നമ്മൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ ഇറങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല എയർ ആംബുലൻസിലെ കേസുകളിൽ. അപ്പൊ അവിടെ എന്തായാലും ട്രാവലിങ്ങിന് ഒരു ഫിസിഷ്യൻ വേണം. ഡോക്ടറിനെ പോലെ ഡോക്ടർ തന്നെയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അത് എയർ ആംബുലൻസിൽ എന്തായാലും ഒരു ഡോക്ടർ വേണം. ഇപ്പൊ നേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനെ പാരാമെഡിക്സുകളോ ഒന്നും മാത്രം പോരാ. നമ്മൾ ഓൺ ദ വേയില് പോകുന്ന വഴിയിൽ വേറെ ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് ആ മാർഗത്തിൽ നമുക്ക് വേറെ ഡോക്ടർ ഒന്നും അവൈലബിൾ ആയിരിക്കൂല. അപ്പൊ അത് പിന്നെ എവിടെന്നാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ എവിടെയാ നെക്സ്റ്റ് എൻഡിങ് എവിടെയാന്ന് വെച്ചാൽ അവിടെയല്ലേ നിർത്തുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് അത് ഈ ഡോക്ടറിനെ കാണാനോ ചെക്കപ്പ് ചെയ്യാനോ ഉള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ അവിടെ. എയർ ആംബുലൻസിൽ എന്തായാലും ഒരു ഫിസിഷ്യൻ വേണമെന്നാ പറഞ്ഞേക്കുന്നത്. അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് അവിടെ ഈ മാർഗത്തിൽ എന്താണ് പേഷ്യന്റിന്റെ സ്റ്റേറ്റ്, അതനുസരിച്ചുള്ള ഡോക്ടർ തന്നെ അവിടെ ഉണ്ടാവും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വിത്ത് എ ഫുൾ റേഞ്ച് ഓഫ് അഡീഷണൽ സ്കിൽസ് സച്ച് ആസ് യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് പ്രിസ്ക്രിപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അഡീഷണൽ സ്കില്ലുകൾ ഉള്ളവരാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഒരു ഏരിയയില് അങ്ങനെ ഇല്ല. ഇതിനകത്ത് ആംബുലൻസിൽ ക്രൂസിൽ വരുന്നത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ ആ കാനുലേഷൻ അതൊക്കെ പറഞ്ഞത് എന്താണെന്നൊന്നും അങ്ങനെ ഡെഫിനേഷൻ ഒന്നും ചോദിക്കാറൊന്നുമില്ല. ജസ്റ്റ് അതൊക്കെ ചെയ്യാനായിട്ട് അറിയുന്ന ആളായിരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ നോക്കിയത് 10th ഒന്നുകൂടി ഞാൻ പറയാം ജസ്റ്റ് ഒന്ന്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അഞ്ചാമത്തെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. രജിസ്റ്റേർഡ് നേഴ്സ് തുടങ്ങിയല്ലേ നമ്മൾ പറഞ്ഞത്. എമർജൻസി കെയർ പ്രാക്ടീഷണർ അല്ലേ. ഈ എന്താ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, എമർജൻസി കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ഒരാള്, അത്രേ ഉള്ളൂ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അത് ഏതൊക്കെയാ സ്കില്ലുകൾ എന്ന് അവിടെ നമ്മൾ പറഞ്ഞു. ഡിഫിബ്രിലേഷൻ, സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ, ബ്ലീഡിംഗ് കൺട്രോൾ, സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ, ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിസിൻസ് ആൻഡ് ഓക്സിജൻ തെറാപ്പി. ഇൻ സർട്ടൻ കൺട്രീസ് സ്പ്ലിറ്റ് ദിസ് ടൈം ഇൻടു 2 ലെവൽ, 2 ലെവൽ ഉണ്ട്, സച്ച് ആസ് ഇൻ US വേർ ദ EMT ബേസിക് ആൻഡ് EMI ഇന്റർമീഡിയറ്റ്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഇത്രയുള്ളൂ. എമർജൻസി കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അവർക്ക് എന്ത് സ്കില്ലുണ്ട്, ഈ വിത്ത് വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി സ്കില്ല് നമ്മളത് ഓരോന്ന് ഡീറ്റെയിൽ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഡിഫിബ്രിലേഷൻ, സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ, ബ്ലീഡിംഗ് കൺട്രോള്, സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ, ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻ ആൻഡ് ഓക്സിജൻ തെറാപ്പി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. ഇതാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. രജിസ്ട്രേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേർഡ് നേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. രജിസ്ട്രേർഡ് നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകളിലൊക്കെ ആംബുലൻസ് ഡ്രൈവറോ അല്ലെങ്കിൽ മറ്റുള്ള
അതിന്റെ സ്റ്റാഫുകളൊന്നും മാത്രം പോരാ, വളരെ എമർജൻസി ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ടിൽ എന്തായാലും ഒരു നേഴ്സ് അത്യാവശ്യമാണ്. ആംബുലൻസിൽ ട്രാൻസ്പോർട്ട് സമയത്ത് ഒരു നേഴ്സിന്റെ ഒരു സർവീസ് ആവശ്യമായിട്ട് വരാം. പ്രത്യേകിച്ച് കുട്ടികളുടെ നിയോണേറ്റൽ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോഴും അവരെയൊക്കെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഒരു നേഴ്സിന്റെ സർവീസ് ഈ ആംബുലൻസിൽ ആവശ്യമായിട്ട് വരാം. അതാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞത്. Nurses may also work on ambulance for critical care transport. ഇത്രയുള്ളൂ ചില കേസുകളിൽ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് കൊടുക്കേണ്ട ആ കേസുകളിലൊക്കെ രജിസ്ട്രേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന്റെ സർവീസ് ആവശ്യമായിട്ട് വരാം. നേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ അടുത്ത് തന്നെ വരുന്നവരാണ് നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികളുടെ കേസിലൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ നമ്മളൊരു നല്ലൊരു അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കണം. അവിടെ ഒരു നേഴ്സ് ആവശ്യമായിട്ട് വരാം, രജിസ്ട്രേർഡ് നേഴ്സ്. പിന്നെ അടുത്താണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള കേസുകളിൽ നമ്മൾ അതുപോലെ തന്നെ പാരാമെഡിക്സുകൾ വേണം. ഡോക്ടറിനെയും നേഴ്സിനെയൊക്കെ അവരുടെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഡോക്ടറിന്റെയും നേഴ്സിന്റെയും വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ പാരാമെഡിക്സിൽ. ഹൈ ലെവൽ മെഡിക്കൽ ട്രെയിനിങ് കൊടുക്കേണ്ട കേസുകളിൽ അതെന്ന് വെച്ചാൽ ചിലപ്പോൾ ടെക്നീഷ്യന് അനുവദനീയമല്ലാത്ത സ്കിൽസ് ഈ പാരാമെഡിക്സുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള സ്കിൽസ് അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. കാനുലേഷൻ, പിന്നെ അതുപോലെ തന്നെ മോർഫിൻ പോലുള്ള മരുന്നുകൾ അത് കൊടുക്കാൻ കഴിയുന്നത്, പിന്നെ ട്രക്കിയൽ ഇൻക്യുബേഷൻ, ക്രൈക്കോ തൈറോട്ടമി എന്ന് പറഞ്ഞാൽ അത് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ, ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സ്കിൽഡ് ആയിട്ടുള്ളവരാണ് പാരാമെഡിക്സ്. ഡോക്ടറിന്റെയും നേഴ്സിന്റെയും ഒക്കെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നവർ. പിന്നെ അടുത്താണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. എമർജൻസി കെയർ പ്രാക്ടീഷണർ അത് പാരാമെഡിക്സിനെ പോലെ തന്നെയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. പാരാമെഡിക്സ് അതായത് ചിലപ്പോൾ നമ്മൾ അവരെക്കാൾ കുറച്ചും കൂടി ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ഡിഫറൻസ് അത് വരുന്നുള്ളൂ. എമർജൻസി കെയർ പ്രാക്ടീഷണറും പാരാമെഡിക്സിനെ പോലെ തന്നെയാണ് വരുന്നത്. പാരാമെഡിക്സിനേക്കാൾ കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ട കേസുകളിലൊക്കെ നമുക്ക് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ ആംബുലൻസിൽ വേണം. ECPS എന്ന് പറഞ്ഞത് അത് തന്നെയാണ് കേട്ടോ. എമർജൻസി കെയർ പ്രാക്ടീഷണർ, ECP എമർജൻസി കെയർ പ്രാക്ടീഷണർ ഈ ആംബുലൻസിൽ വേണ്ടി വരാം. അപ്പൊ കൂടുതൽ ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പാരാമെഡിക്സ് ആണ്. പാരാമെഡിക്സിനേക്കാൾ കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകൾ കുറെ നാളത്തേക്ക് ലോങ്ങർ പീരീഡ് കെയറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകളൊക്കെ കൊടുക്കാനായിട്ട് കഴിവുള്ള ആളൊക്കെ ആയിരിക്കും. അവരത് മരുന്ന് ഏതൊക്കെയാണ് നിർദ്ദേശിക്കുകയും അതൊക്കെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇതൊക്കെയാണ്. അപ്പൊ പാരാമെഡിക്സിനേക്കാൾ കുറച്ചും കൂടി ഇതാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് ഓർക്കുക. പിന്നെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് നമ്മുടെ ഇവിടെയല്ല, യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഫിസിഷ്യൻ അസിസ്റ്റൻസുകൾ കൂടുതലായിട്ടുള്ളത്. ഇവര് എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, അസിസ്റ്റന്റ് ആണ്. ഇപ്പൊ ഡോക്ടറിന്റെ PA എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഡോക്ടറിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അവര് പേഷ്യൻസിന്റെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ പേഷ്യന്റ് ഹിസ്റ്ററി, എന്ത് മെഡിസിൻ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അറിയണം. ഇപ്പൊ PA നമ്മൾ ഡോക്ടറിന്റെ PA എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അത് യൂറോപ്യൻ കൺട്രീസിലാണ് ഫിസിഷ്യൻ അസിസ്റ്റൻസുകൾ ഉള്ളത് എന്ന് ഓർക്കുക. പിന്നെ അതിനകത്ത് വരുന്നത് പിന്നെ അതെന്ന് വെച്ചാൽ അവര് നേരെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നില്ല കേട്ടോ. അവർ PAയും ഡോക്ടറും ഒക്കെ തമ്മിൽ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. അപ്പൊ അവർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അവര് മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്നത്. അതാണ് ലാസ്റ്റ് സെന്റൻസ്. അഡ്വാൻസ്ഡ് ഡയറക്ഷൻ ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഈസ് അവൈലബിൾ PAs ടു കൺസൾട്ട് വിത്ത് ഫിസിഷ്യൻ വെൻ നീഡ്. നേരിട്ട് അവർക്ക് ഇതൊന്നുമില്ല, മെസ്സേജുകൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് പാസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ആണ് ഫിസിഷ്യൻ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെയാണ്.
സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റിൽ, അതായത് എയർ ആംബുലൻസിലൊക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ഓൺ ദ വേയില് നമ്മുടെ ഡോക്ടർ അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളിലെ പേഷ്യന്റിന്റെ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ അത് ഉള്ള ഡോക്ടർ ആ ഇതിനകത്ത് ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. ക്രൂസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലാത്ത ഏതെന്നൊക്കെ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. ഒരുപാട് ഉള്ളിലേക്ക് കയറിയൊന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാഗത്തൊക്കെ കുറെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പല ടൈപ്പ് ഓഫ് ആംബുലൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മള് അപ്പൊ അതിന്റെ ഇതൊക്കെയാണ് കൂടുതൽ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് 10 ഇതും പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ജസ്റ്റ് ആ ഡിഫറൻസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതിയിട്ട് അടുത്തൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് നമുക്ക്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. അത് സിമ്പിൾ ആണ്. ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം എഴുതിയെടുത്തോ കേട്ടോ. First question. The term, first question, the term, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാം കേട്ടോ. 10-12 ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി പോകാം. The term, പിന്നെ കുറെയൊക്കെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അന്നേക്കുന്നൊക്കെ നോക്കാം. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്ന വായിക്കുക. നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ എക്സാമിന് അങ്ങനെ ടഫ് ഒന്നും ഇല്ല. എന്നുവെച്ചാൽ നമുക്ക് അറിയാലോ, നമ്മളെ കുട്ടികളെ പോലെ ഇരുന്ന് ഫുൾ ടൈം ഒന്നും പഠിക്കാനുള്ള സമയമൊന്നും നിങ്ങൾക്കില്ല. അതനുസരിച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ വളരെ ഇതായിരിക്കും, ഈസി ആയിരിക്കും. വലിയ പ്രശ്നമൊന്നും ഇല്ല. കൂടുതൽ വീട്ടമ്മമാരൊക്കെ ആണല്ലോ, അപ്പൊ അവർക്ക് മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇത്രയും നാള് നമ്മൾ എക്സാമിനും അങ്ങനെ വന്നിട്ടുള്ളൂ. ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. മാക്സിമം ഞങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാ ഇതും നിങ്ങൾക്ക് ചെയ്തു തരും. അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നോ നിങ്ങളുടെ ഒരു മാർക്ക് പോലും കുറയ്ക്കണമെന്നോ ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. എല്ലാവർക്കും നല്ല മാർക്കും ഇതും നമുക്കറിയാലോ. നിങ്ങളൊക്കെ നമുക്ക് മാക്സിമം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുക, നിങ്ങൾ വെറുതെ ഇരിക്കുക, വെറുതെ എന്താ പറയാ ഇരിക്കരുത്. അതാണ് അമ്മമാരാണെങ്കിലും എനിക്ക് മാക്സിമം ക്ലാസ്സിൽ കയറുക. നമുക്ക് പറ്റുന്നവര്, എല്ലാവർക്കും ഒന്നും പറ്റില്ല. നമ്മൾ പല ജോലിക്ക് പോണവരുണ്ടാവും, അമ്മമാരുണ്ടാവും. ക്ലാസ് പിള്ളേരെ പോലെ ഇരുന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ലൈവിൽ ഒന്ന് കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ മാക്സിമം കയറാൻ പറ്റുന്നവര് കയറുക കേട്ടോ. മാക്സിമം ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നവര് കയറുക, അല്ലാത്ത റെക്കോർഡ് ക്ലാസ് കാണുക. എന്തായാലും നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ. നിങ്ങളുടെ ഒരു ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇത്രയും എക്സാം ഒന്നും മാർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല മാർക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടുക, നമുക്ക് നിങ്ങളൊരു നല്ലൊരു ഇതിലേക്ക് വരിക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു തരും. നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഈ കോഴ്സ് അന്ന് വേഗം കംപ്ലീറ്റ് ചെയ്ത് വേഗം തന്നെ എല്ലാവരും ഒരു ജോലിയിലേക്ക് കയറാൻ ഓരോ ദിവസം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. ഓക്കെ. അത് കഴിയുമ്പോൾ ചോദിക്കും ഇത്രയും ഉണ്ടായിരുന്നുള്ള എക്സാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം കഴിയുമ്പോ അറിയാം, കുഴപ്പമൊന്നുമില്ല. മാക്സിമം ഒക്കെ ഒന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ കേട്ടിരിപ്പം. കഴിഞ്ഞൊരു വെറുതെ ഞാനൊരു നിങ്ങളുടെ ബാച്ചിലല്ല, വേറൊരു 6 ബാച്ചില് എക്സാം ഇട്ടപ്പോൾ ഇതുപോലെ വായിക്കാനൊന്നേ നമുക്ക് ഫുള്ളൊന്നും ഇരുന്ന് പഠിക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പൊ ആ കുട്ടി എന്താ ഒരു മാർക്ക് പറ്റിയ ക്ലാസ് ടെസ്റ്റ് ഇതുപോലെ നിങ്ങൾ ഇടിച്ചോലെ ഇട്ടത് പറഞ്ഞു, മിസ്സേ ഞാൻ വേറെ ഒന്നും വായിച്ചില്ലായിരുന്നു, മിസ്സിന്റെ ക്ലാസ് മാത്രം കേട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അല്ലെങ്കിൽ ഒന്ന് വായിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. മാർക്കാണെങ്കിലും നിങ്ങൾക്ക് വലിയ മാർക്കൊന്നും അങ്ങനെ ഇതില്ല. നിങ്ങൾക്ക് മാക്സിമം എത്ര മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക അതല്ലേ ഞങ്ങൾക്ക് സന്തോഷം. ഓക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല കേട്ടോ. The term ambulance. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ ഞാൻ അതിനുള്ള സമയം തന്നെ ഉണ്ട്. മാക്സിമം നിങ്ങൾ എഴുതുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ അങ്ങോട്ട് പഠിച്ചു പോകുക കേട്ടോ. ഇപ്പൊ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഇതിനു വേണ്ടി പ്രത്യേകം സമയമൊന്നും വേണ്ട. The term ambulance comes from
The term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. ഓക്കെ, ഇതാണ് ആംബുലറെ. പഠിച്ചു വെക്കാട്ടോ, അറിയില്ലാത്തവര് ഇതിന്റെ ഒപ്പം തന്നെ പഠിക്കാം. ആംബുലറെ, AMBULARE, ആംബുലറെ. മീനിങ് നമ്മൾ പറഞ്ഞായിരുന്നല്ല, ആംബുലറെ മീനിങ് ടു വാക്ക് ഓർ മൂവ് എബൌട്ട്. അതും കൂടി ഒന്ന് നോക്കിയാൽ കേട്ടോ. The ambulance, the term ambulance comes from the Latin word dash, ambulare. പഠിച്ചില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചില്ല എല്ലാവരും? ഇങ്ങനെ എത്രയും ഫോളോ ചെയ്ത് പോരുക. മോക്ക് ടെസ്റ്റ് നിങ്ങൾ നോക്കുക. പിന്നെ ഇതൊന്ന് എക്സാം ആകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മളൊന്ന് വായിക്കാതിരിക്കുമല്ലോ. നിങ്ങൾക്ക് അതിന് പഠിക്കാനുള്ള സമയവും കിട്ടും കേട്ടോ. അതും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എക്സാം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സപ്പോർട്ടും മതി. നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടായികയോ അല്ലെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആ സമയത്താണെങ്കിൽ നമുക്ക് റിവിഷനും തരും നിങ്ങൾക്ക്. അപ്പൊ തന്നെ റിവിഷൻ ആണെങ്കിലും ലീവ് എന്തായാലും എക്സാമിന് മുന്നാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമൊക്കെ തരും. അതിപ്പോ ഇവിടെ നിന്ന് ഇൻഫർമേഷൻ തരും കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിലുള്ളവരെ ഇപ്പൊ അത്ര ദിവസമൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ബാച്ചുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അതിൽ ഞാൻ ഫുൾ ഗ്യാരണ്ടി പറയുന്നു. അത് ഇപ്പൊ ക്ലാസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് പുറത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഇത്രയും എക്സാംസ് ഇവിടെ ആണെങ്കിലും കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലുള്ളതാണ് ഞാനാണെങ്കിലും ഇവിടെ. നമുക്കറിയാം കുറെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാംസിലൊക്കെ ആണെങ്കിലും നമുക്ക് നിങ്ങളുടെ ആ ഒരു ഇതും കൂടിയും കണക്കിലെടുത്തിട്ടാണ് വിടുന്നത്. നിങ്ങളെല്ലാവരും അമ്മമാരും ഒക്കെയാണല്ലോ. അപ്പൊ അധികം നിങ്ങൾ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കോഴ്സ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം. അത് ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെയും കണ്ടിട്ടില്ല. കുറച്ച് നമ്മളിപ്പോ എഴുതുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്ന് കരുതി അത് മാത്രമല്ല, അത് മിസ് ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞൊന്നും പറയരുത് കേട്ടോ. എന്നുവെച്ചാൽ മോക്ക് ടെസ്റ്റും നമ്മൾ എഴുതുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന്റെ ഒക്കെ ഒന്ന് പറയൂ കേട്ടോ, എന്നത്തേക്കാന്നുള്ളതൊക്കെ പറയും. നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റർ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിവിഷൻ നടത്താലോ. മാക്സിമം ഇവിടെ തന്നെ നിങ്ങൾ പഠിക്കും. അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആരും. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സമയം കിട്ടും. പിന്നെ നിങ്ങളൊന്ന് എക്സാം ആകുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങളൊന്നും വായിക്കാതിരിക്കില്ലല്ലോ. ഒന്ന് ജസ്റ്റ് ബാക്കി പ്രിന്റഡ് നോട്ടാണെങ്കിലും ഒന്ന് വായിക്കുക. എക്സാം ഒക്കെ നിങ്ങളത് അതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിയിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചില്ല എല്ലാവരും? The term ambulare comes from the Latin word ambulare. ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് വന്നത് ലാറ്റിൻ വേർഡായ ആംബുലറെ എന്നുള്ള വേർഡാണ്. മീനിങ് ടു വാക്ക് ഓർ മൂവ് എബൌട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The most usual, the most usual mode of ambulance, the most usual mode of ambulance which gives care to patients, which gives care to patients with a critical illness or injury. The most usual mode of ambulance which gives care to patients with a critical illness or injury.
In the type of functional type, the most usual mode of ambulance which gives care to patient with a critical ill or injury. Emergency ambulance. Okay. Emergency ambulance. Emergency ambulance. Next question. Expand EMS. Expand EMS. Expand EMS. EMS. Expand EMS. Expanded form in the emergency medical services. Emergency medical services. Next question. Which of the following type of ambulance? Which of the following type of ambulance? Which of the following type of ambulance is used to transport a great number of patients? A great, GREAT, a great number of patients. Which of the following type of ambulance is used to transport a great number of patients? 10-12 പേര് നമ്മൾ പറഞ്ഞു ഒരേ സമയം ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളത് ഏതിനു വേണ്ടിയിട്ട് ഏത് ആംബുലൻസ് ആണ്? ആംബുലൻസ് ബസ്. ഒരുപാട് ആളുകളെ, ഇപ്പൊ ഒരു അപകടം നടന്നു, അവിടെ 10-12 പേർക്ക് ഒരുമിച്ച് അപകടം പറ്റി, അപ്പൊ അവരെല്ലാവരെയും ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. Transport a great number of patients. Ambulance bus. Next question. In which of the following ambulance? In which of the following ambulance is used to? In which of the following ambulance is used to? Is used to extremely, EXTREMELY, extremely overweight patients, extremely overweight patients, equipped with the proper tools അല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി, നിങ്ങൾ ഫുൾ അങ്ങനെ എഴുതണമെന്നില്ല. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംബുലൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്ട്രീംലി ഓവർവെയ്റ്റ് പേഷ്യൻസ്, overweight patients to move, overweight patients to move and to move. അങ്ങനെ എഴുതിയാലും മതി. ഓവർവെയിറ്റ് ഉള്ള പേഷ്യൻസിനെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആംബുലൻസ്, അങ്ങനെ എഴുതിയാലും മതി. ഏതാണ്? ബാരിയാട്രിക് ആംബുലൻസ്. ബാരിയാട്രിക് ആംബുലൻസ്. Next question. Psychiatric ambulance, PSYCHIATRIC, psychiatric ambulance, committed, COMMITTED, committed to treat dash.
Psychiatric ambulance committed to treat dash. To treat dash. ഇതാ ഇതിനെ ട്രീറ്റ് ചെയ്യാനാ? To treat psychiatric emergencies. Psychiatric emergencies. Okay. Psychiatric emergencies. Okay. Next question. Based on the level of care, 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 road ambulance, based on the level of care, road ambulance classify into dash types. എത്ര ടൈപ്പ് ആയിട്ടാണ് റോഡ് ആംബുലൻസിനെ ലെവൽ ഓഫ് കെയർ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, റോഡ് ആംബുലൻസ് ക്ലാസിഫൈഡ് ഇൻടു ഡാഷ് ടൈപ്പ്. 4 ടൈപ്സ് അല്ലെ? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. 4 ടൈപ്പ് ആയിട്ടാണ്. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, റോഡ് ആംബുലൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4 ടൈപ്സ്. ഓക്കെ, അതിനകത്ത് ഓരോന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ടൈപ്പ് എയിൽ ഏതാ വരുന്നതെന്ന് നോക്കാം. മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ടൈപ്പ് ബിയില് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിള്. ടൈപ്പ് സിയില് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ടൈപ്പ് ഡിയില് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോ. In which of the following type of road ambulance, in which of the following type of road ambulance comes under, in which of the following type of road ambulance comes under basic life support ambulance. Basic life support ambulance. ഏത് ആംബുലൻസ് ആണ് നോക്കുക? ബേസിക് ലൈഫ് സപ്പോർട്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഏതാ വരുന്നേ? ടൈപ്പ് എ ആണോ, ടൈപ്പ് ബി ആണോ, ടൈപ്പ് സി ആണോ, ടൈപ്പ് ഡി ആണോ? ടൈപ്പ് സി. ഓക്കെ, വെരി ഗുഡ്. ടൈപ്പ് സി ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡ്വാൻസ്ഡ് life support ambulance, advanced life support ambulance, advanced life support ambulance, also known as advanced life support ambulance, also known as dash. അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാ? ഓക്കെ, വെരി ഗുഡ്. കാർഡിയാക് കെയർ ആംബുലൻസ്. കാർഡിയാക് കെയർ ആംബുലൻസ്. Cardiac care ambulance. Next question. The machine used to keep a check on the machine used to keep a check on the heart rate of person. The machine used to keep a check on
the heart rate of a person. ഏത് വിഷയന? ഹാർട്ട് റേറ്റ് അളക്കുന്നത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണം. The machine used to keep a check on the heart rate of person. Heart ECG. Okay, very good. ECG ആണ്. ECG machine. ECG. Next. ഇതിന്റെ എല്ലാവരും കൂടി എഴുതിക്കോ. A machine used to resume, RESUME, used to resume the heart. ഹൃദയം പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് CPR കൊടുത്തിട്ടും നമുക്ക് നമ്മളെ CPR കൊടുത്തിട്ടും നമ്മള് ഹൃദയത്തിന്റെ നോർമലിൽ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഏതായിരുന്നു? ഡിഫ്രിബിലേറ്റർ. അത് രണ്ടൊന്നും നോക്കിയാൽ കേട്ടോ. A machine used to resume the heart. ഹാർട്ട് പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫ്രിബിലേറ്ററും പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് നോക്കുന്നത് ECG മെഷീൻ. പിന്നെ പൾസ് ഓക്സിമീറ്റർ അറിയാലോ. യൂസ് ടു ചെക്ക് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഓക്സിജന്റെ എമൗണ്ട് അളക്കുന്നത് പൾസ് ഓക്സിമീറ്റർ ആണ്. നെക്സ്റ്റ്, common colors for ambulance warning beacons are common colors for ambulance warning beacons are dash. ഏതൊക്കെയായിരുന്നു ആംബുലൻസ് ബീക്കണുകളിൽ ഉപയോഗിക്കുന്ന കോമൺ കളറുകളും? എല്ലാരും ഇതിപ്പോ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതണം. നമ്മൾ ഉപയോഗിക്കുന്ന കളറുകള് എല്ലാരും എഴുതിക്കോ. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ആംബർ ഉണ്ട്, വൈറ്റ് ഉണ്ട്. 4 കളേഴ്സ് ആണ് കോമൺ ആയിട്ട് ആംബുലൻസ് ബീക്കണുകളിൽ ഉപയോഗിക്കുന്നത്. ബ്ലൂ, റെഡ്, ആംബർ, AMBER, ആംബർ, വൈറ്റ്. Next, expand RDS. എക്സ്പാൻഡ് ഫോം ഒക്കെ നോക്കണം കേട്ടോ. എല്ലാത്തിനെയും ഒന്നും തന്നില്ല. എല്ലാവരും ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് RDS എന്ന് പറഞ്ഞ റേഡിയോ ഡാറ്റ സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person who reaches first, 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 a person who reaches first at the scene of an incident. The person who reaches first at the scene of an incident. Ada
ആദ്യം എത്തിച്ചേരുന്ന ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് റെസ്പോണ്ടർ, ഫസ്റ്റ് റെസ്പോണ്ടർ, ഫസ്റ്റ് റെസ്പോണ്ടർ. First responder. The first, next question. The first responder, job is to give dash. First responder job is to give dash. എന്ത് കൊടുക്കാന്ന് എഴുതിയേക്കുന്നേ? ഇതിന്റെയൊക്കെ ഓപ്ഷൻസ് കൂടി നിങ്ങൾ നോക്കണം കേട്ടാ. ഓക്കെ, CPR എന്നാണ് ഓപ്ഷനിൽ കറക്റ്റ് എങ്കിൽ ഓപ്ഷനിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ടു ഗീവ് എയർലി ക്രിട്ടിക്കൽ കെയർ. ഇത് ഏതാ തന്നേക്കുന്നതെന്ന് നോക്കിയിട്ട് ആൻസർ എഴുതണം. ഇങ്ങനെ നിങ്ങൾ എഴുതാം, ദ ഫസ്റ്റ് റെസ്പോണ്ടർ ജോബ് ഈസ് ടു ഗീവ് ഡാഷ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ കെയർ, എയർലി ക്രിട്ടിക്കൽ കെയർ, ഈസ് ടു ഗീവ് എയർലി ക്രിട്ടിക്കൽ കെയർ. ഇനി അതിൽ ഓരോന്നും എടുത്തു പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ CPR അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ CPRന്റെ ഒക്കെ എക്സ്പാൻഡഡ് ഫോം വേണ്ടല്ലോ. അതിനകത്തുണ്ട് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, CPR. AED, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. എമർജൻസി കെയർ അസിസ്റ്റന്റ്, emergency care assistant, emergency care assistant job, emergency care assistance job is to help the, job is to help dash. Their job is to help dash. Okay, emergency care assistant job is to help the dash. ടെക്നീഷ്യൻസിനെ പാരാമെഡിക്സിനെ ഒക്കെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അസിസ്റ്റന്റുകളാണ് അവര്. എമർജൻസി കെയർ അസിസ്റ്റന്റ് is to help the technician or paramedics. Help the technician or paramedics. Next question. Nurses in your SEN, nurses may also work on ambulance. Nurses may also work on ambulance, for dash transport. Nurses may also work on ambulance for dash. ഇത് ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ട കേസുകളിൽ നഴ്സ് എന്തായാലും നഴ്സിന് സർവീസ് ആവശ്യമുണ്ടെന്ന നിർബന്ധമുള്ള അങ്ങനെ ക്രിട്ടിക്കൽ കെയർ കൊടുത്തു പോകുന്ന കേസുകളിൽ ആംബുലൻസിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ നിയോണേറ്റൽ കേസുകളിലൊക്കെ നേഴ്സ് എന്തായാലും വേണം. അപ്പൊ ഇതിനകത്ത് എഴുതാം ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്, ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Next question. Physician assistant physician assistants are seeing
are seen mainly in dash countries. Physician assistants are seen mainly in dash countries. Europe or English speaking countries. European countries ലൊക്കെയാണ് European countries. European countries. Okay. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായല്ലോ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആണ്. നമുക്ക് ഒരുവിധം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ലോണ്ടറി ലിനൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആംബുലൻസിൽ നമ്മളെ ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ അലക്കലൊക്കെ ഇല്ലേ, ലോണ്ടറി ലിനൻ എന്ന് പറയുന്ന തുണികള് അലക്കലും കഴിക്കലും ഒക്കെ ഇല്ലേ, ബെഡൊക്കെ ബെഡ്ഷീറ്റുകള് സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അലക്കലും വൃത്തിയാക്കുന്നതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവരും അത് പ്രിന്റ് എടുത്ത് വെച്ചോ. അടുത്ത ക്ലാസ്സിൽ പുതിയത് സ്റ്റാർട്ട് ചെയ്യും. ചാപ്റ്റർ എന്റെ കയ്യിലിരിക്കുന്ന ചാപ്റ്റർ എത്രയാ? 20 ആണ് കിടക്കുന്നത്. നിങ്ങളുടെ എത്രയാണെന്ന് നോക്കാം കേട്ടോ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഒന്നും നിങ്ങളൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. ആംബുലൻസ് സർവീസ് നമുക്ക് ഇനി എന്തായാലും എക്സാം ആവുമ്പോഴത്തേ റിവിഷൻ കിട്ടും. അപ്പൊ നമുക്ക് 1-2 ചാപ്റ്റർ വൈസ് വീണ്ടും ഇത് തന്നെ റിവൈസ് ചെയ്ത് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു പോകാം കേട്ടോ. മാക്സിമം നമുക്ക് ക്ലാസ്സിൽ തന്നെ ഒരുവിധമൊക്കെ കവർ ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മളിപ്പോ നിങ്ങൾക്ക് ഓൾറെഡി തന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിമം അതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും റിപ്പീറ്റേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. മാക്സിമം നമുക്ക് നമ്മൾ എന്തായാലും നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാക്സിമം ക്ലാസ്സിൽ തന്നെ നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ബൈ.